ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം എനിക്ക് ആക്ച്വലി 2025 സ്റ്റാർട്ടിങ് ആ സമയത്ത് എപ്പോഴാണ് ഒരു വീഡിയോ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്നറിയാം. ഒരുപാട് പേര് ചോദിച്ചു എവിടെ പോയി എന്നൊക്കെ. വിൻ്ററും കാര്യങ്ങളൊക്കെയാണ്, നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് വീഡിയോ നമ്മൾ എടുക്കാണ്ടിരുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വിൻ്റർ മാറി കണ്ടോ, നമ്മുടെ സ്പ്രിങ് ആയി തുടങ്ങി. അതുകൊണ്ട് മഞ്ഞൊക്കെ ഒലിച്ചു പോയി. എന്താ പറയുക, ഇപ്പോൾ ഒരു സൂര്യനൊക്കെ കണ്ടു തുടങ്ങി. മറ്റേത് സൂര്യനൊന്നും കിട്ടാൻ ചാൻസ് വളരെ കുറവായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. കൂടെ ഞങ്ങൾക്ക് ഇന്ന് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, എമ്പുരാൻ. അപ്പോൾ അത് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. നൈറ്റാണ്. അപ്പോൾ ആബീനെ ഫൈസലിൻ്റെ അടുത്തുനിന്ന് കൊണ്ടുവന്നാക്കണം. പിന്നെന്താ, ഇന്ന് മറ്റേ പെരുന്നാളല്ലേ, എല്ലാവർക്കും ഈദ് മുബാറക്ക് കേട്ടോ. ഫസ്റ്റ് ആദ്യം അത് ഓർത്താൻ മറന്നുപോയി. അപ്പോൾ അവരുടെ അടുത്തുനിന്ന് ഇവളെ കൊണ്ടുവന്നാക്കിയിട്ട് ഇവളും കൂടി സിനിമയ്ക്ക് കഴിഞ്ഞ് പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയിട്ട് ഫുൾ കരച്ചിലും ബഹളമായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത്. അപ്പോൾ ജാക്കറ്റ് ഞാൻ വെറുതെ എടുത്താണല്ലോ കേട്ടോ, ഒരു ചെറിയൊരു തണുപ്പ് ഉള്ളതും കൂടി ചുമ്മാ എടുത്തു മാത്രം. അപ്പോൾ ഇവളവിടെ കൊണ്ടുവന്ന് ആക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, പിന്നെ എന്താ ഉള്ളത്, എനിക്കൊന്ന് ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് എമ്പുരാൻ കാണാനായിട്ട് ഇവിടുന്ന് ഒരു 45 മിനിറ്റ് ഉണ്ട്. എവിടെയാണ് നമ്മൾ ആംറസ്റ്റ് അല്ലേ, അവിടെ വരെ ഒന്ന് പോകണം. ഞാൻ അതേ ക്യാമറമാനെ കാണിച്ചു തരാം. അതെ, ഞങ്ങൾ മാളത്തിൽ നിന്നൊക്കെ ഒന്ന് പുറത്തിറങ്ങി. ഞങ്ങൾ ഇപ്പോൾ ഒരു സമ്മറിന് വരവേറ്റോണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പൊ ആബിനെ അവിടെ സീറ്റിൽ ഇരുത്തിയിട്ടില്ല. ആബി അത് കൂടെ ഓടി കളിച്ചോണ്ടിരിക്കുക. അവനെ ഇരുത്തിയില്ല, ആബി അപ്പുറം ഉണ്ടെന്ന് തോന്നുന്നു. ആബിന് പൊട്ടൊക്കെ തൊടിച്ച് 2 സൈഡിലും മുടിയൊക്കെ കെട്ടിയാ ഇരുത്തിയാണ്. മറ്റേത് എപ്പോഴും തൊപ്പിക്കകത്ത് ആയതുകൊണ്ട് അതിൻ്റെ തലമുടി ഒന്നും കെട്ടാൻ പറ്റാറില്ല. ഇന്നിപ്പോൾ തൊപ്പിയൊന്നും മാറ്റി, അതുകൊണ്ട് ഞാൻ എൻ്റെ തലമുടിയൊക്കെ കെട്ടിക്കൊടുത്ത പുറത്തൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അത് ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് കയറട്ടെ കേട്ടോ. ഹായ് ഹായ്, കയറിയിരിക്കാം കൂടെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മളൊന്ന് സോബീസ് വരെ വരുന്നുണ്ട്. ഇതിവിടെ സ്പോർട്സ് ഒക്കെ ആണ് കേട്ടോ ഇവിടെ. സോബീസ് വരെ വരുന്നുണ്ട്. വന്ന് നമുക്ക് കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ഇതിവിടുത്തെ ഇൻ്റർനെറ്റൊക്കെ ഉള്ളതാണോ, റോജേഴ്സും ഫിഡോയും ഒക്കെ. സോബീസ്, നമുക്ക് സോബീസിൽ നിന്ന് എന്തെങ്കിലും സ്വീറ്റ്സ് മേടിച്ചിട്ട് പോവാം. പെരുന്നാളല്ലേ അല്ലേ അബി? പെരുന്നാളാണോ അബി? കാര്യമായിട്ടൊന്നുമില്ല, ഇതിൽ ഒരു ഐസ്ക്രീം മേടിക്കാം അല്ലേ? What do you think? ഐസ്ക്രീം തണുപ്പത്ത് എങ്ങനെയാ? ഞങ്ങളിത് ഇവിടെ ഫൈസലിന്റെ വീട്ടിലെത്തി കേട്ടോ. ആബി വണ്ടി കയറി അപ്പം തന്നെ ചെരുപ്പ് കൂടി കളഞ്ഞു അല്ലേ? ആബിനെ നമ്മളിവിടെ ഇറക്കി വിട്ടിട്ട് പോവാ, നമ്മള് സിനിമയ്ക്ക് പോവാ. ഇവിടെ ഞങ്ങൾ ആബിനെ ഇറക്കി വിടും. എന്നിട്ട് ആബിനെ ഞങ്ങൾ സിനിമ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എടുക്കും. അതെ, ഇവിടെ കയറി ഫൈസലൊന്ന് ബിരിയാണി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അതുകൊണ്ട് കഴിഞ്ഞിട്ടാണ് ഷോപ്പിങ്ങിന് കട അടച്ചേക്കുവാ, ഇല്ല അന്ന് ഷോപ്പിംഗ് ക്യാൻസൽ ചെയ്തിട്ടില്ല, വേറെ കട നോക്കണം. നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷനിലും ടീമുകളൊക്കെ അവിടുന്ന് ആൻറ്റിഗോണിഷിൽ നിന്ന് വരുന്നുണ്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട്. സെയിം ഷോയ്ക്ക് നമ്മൾ ഒരുമിച്ച് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവരെ മീറ്റ് ചെയ്ത് ഒരുമിച്ച് പടം കയറും അല്ലേ? ആബി ആബി ഏതാണ്ട് എക്സ്കർഷൻ വന്നേക്കാം. ആബി ഇവിടം വരെ ഉള്ളൂ എന്ന് ആബിക്ക് അറിയില്ലെന്ന് തോന്നുന്നു. ആബി പുറത്തിറങ്ങുമ്പോൾ സന്തോഷം ആബിക്ക്. ആബിക്ക് വീട്ടിലിരിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട്. എന്ന് വെച്ചാൽ പുറത്തിറങ്ങി നടക്കാലോ. ആബിയാ പതുക്കെ പോ, വീഴും. അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് മറ്റേ കാശ്മീരി ഏതൊരു കാശ്മീരി കൊച്ച് വിന്റർ മാറിയത് കൊണ്ട് കണ്ടോ, കൊക്കോ. ഇത് എന്നാടാ ഇവിടെ കൊക്കാണത്, തുറക്കടേ കണ്ടോ, എന്തോ കിളികൾ വന്നിട്ട് രസമുണ്ട്. പിടിച്ചോ, ഇത് പിടിച്ചോ. ഇതൊന്നും വേണ്ട, കവറൊന്നും വേണ്ട. എന്ത് തറവാട്ടിലേക്ക് വന്നൂലാണല്ലോ ആബി.
ഫൈസൽ സൽക്കരിക്കാൻ വേണ്ടി വിളിച്ചേക്കാം. എന്താന്ന് പറയാ? ഓ അവി ഓൾറെഡി തിന്നു തുടങ്ങി. എങ്ങനെയുണ്ട് ബിരിയാണി? ബിരിയാണി കൊള്ളാം, നല്ല രുചിയുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കഴിച്ചില്ല? പൈനാപ്പിളൊക്കെ ഉണ്ടല്ലോ എൻ്റെ അകത്ത്. അല്ല വായിലേക്ക് വെച്ചില്ലല്ലോ. ഞാൻ വെച്ചല്ലോ, നല്ല രുചി. ഞാൻ കഴിച്ചിരി മുമ്പ്. ചോറുണ്ട് മോൻ. എരിവുണ്ടാവും. വിനാഗിരി അല്ലേ? ആ കഴിച്ചോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ല കിടിലൻ ബിരിയാണി. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ കഴിച്ചിട്ട് പറയാം കേട്ടോ. ഇല്ല, നമുക്ക് പോവാം. അഭി ഞങ്ങൾ ഇവിടെ ഇറക്കിട്ട് പോവാം. ആ അപ്പോൾ ടാറ്റ. താങ്ക് യു ഫോർ ദി ബിരിയാണി. അപ്പോൾ ഈദ് മുബാറക്. എടാ പോടാ പൈസലേ. ആ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഷനിലൊക്കെ അവിടെ എത്താറായിടി. ഷനിൽ വിളിച്ചിട്ടുണ്ട്, അവിടെ എത്താറായി. വേഗം നമുക്ക് പോയേക്കാം. പക്ഷെ നേരത്തെ അവിടെ എത്തിയത്. അതെ, അഭിയെല്ലാം മാറ്റി കൊണ്ടുപോയേക്കാം. ഞങ്ങൾ പോകുമ്പോൾ കരഞ്ഞാലെന്ന് വിചാരിച്ചിട്ട്. അതെ, നമ്മുടെ ഡേറ്റ് നൈറ്റ്, മൂവി നൈറ്റ്. അതെ, മൂവി നൈറ്റ്. ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു മൂവി നൈറ്റ്, ഡേറ്റ് നൈറ്റ് എന്നൊക്കെ പറയും. നല്ല ബിരിയാണി ആയിരുന്നു. ഓ എനിക്ക് ഭയങ്കര, ഞാൻ കുറേ കഴിച്ചാ. ഉറങ്ങിപ്പോകുന്നാണ് ഇപ്പൊ എന്റെ വീട്. നൈസ്. അയ്യോ, നമുക്ക് അപ്പം ഞങ്ങള് അവിടുന്ന് ഇനി നേരെ ആംബുലൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇനി എത്ര മിനിറ്റ് അവിടുന്ന്? 45 മിനിറ്റ്. 4 മണി, 4:45, 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 45 മിനിറ്റ്, 42 മിനിറ്റ്, 65 കിലോമീറ്റർ. 4:37 എത്തുന്നാ കാണിക്കണേ. കാപ്പി അടിച്ചിട്ടങ്ങ് പോയല്ലേ? അന്നാ എനിക്ക് ഷോപ്പിംഗ് കൂടെ ചെയ്തിട്ട് പോയാലോ? സമയമില്ല മോനെ. 4:37, 6:30ക്കല്ലേ ഫിലിം? 4:55 അല്ല 3:55. 4:37 അല്ല, അറൈവല് കാണിക്കണേ. 2 മണിക്കൂർ എന്തിനാ മുമ്പ് പോയിരിക്കണേ? പോയേക്കാം. മഞ്ഞൊക്കെ പോയതും കൊണ്ട് ഇപ്പൊ സ്ഥലങ്ങളൊക്കെ കാണാൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. മറ്റേത് റോഡൊക്കെ ഫുൾ മഞ്ഞായും കൂടെ നമുക്ക് കണ്ടോ. ഇപ്പൊ അത്യാവശ്യം ഇത് ഇവിടുത്തെ ഒരു ഇതല്ലേ, സ്റ്റേഡിയം അല്ലേ ഇത്? ഇൻഡോർ സ്റ്റേഡിയം, ഐസ് സ്കേറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഇതിന്റെ അകത്താണ് കേട്ടോ നടക്കുന്നത്. കുറെ നാൾക്ക് ശേഷം വണ്ടിയിൽ AC കിട്ടുന്നു. AC കിട്ടോ? ഒരു 5-6 മാസമായിട്ട് ഇവിടെ ഒരു ക്രൗൺ പ്ലാസ ഉണ്ട്. ഹയാത്ത് നേരത്തെ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഇവിടെ ഹയാത്ത് നമ്മുടെ ഈ അവനീറിന്റെ ഫ്രണ്ടിലാണ് നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്നത്. ഇതിന്റെ ഫ്രണ്ടിലാണ് നടന്നത്. നല്ല ബിരിയാണി വേണം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ബിരിയാണി. ഞാൻ കുറേ നാൾക്ക് ശേഷം അത്ര നല്ല ബിരിയാണി കഴിക്കണേ. കടയിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് സംതൃപ്തി ആവാറില്ല, പക്ഷെ എനിക്ക് എന്തോ ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് അല്ലേ, പൈനാപ്പിളും എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല മസാലയായിരുന്നു. എനിക്ക് ബിരിയാണിയോട് ഒരു കമ്പം ഉള്ളതാണ്. നല്ല ബിരിയാണി കിട്ടുമ്പോൾ ഞാൻ ഈസി ആയിട്ട് നമ്മുടെ കുക്കറിൽ അടിക്കാറാ. പക്ഷെ അത് കഴിഞ്ഞ പ്രാവശ്യം അടിച്ചത് നീ ഓർക്കുന്നുണ്ടോ? ഇറച്ചി ചോറും ഇരുന്നു അല്ലേ, ഒരു വികാരം ഉണ്ടായില്ല അതിന്. നാളെയും കഞ്ഞി കിട്ടാനുള്ളതാണല്ലോ. അത്ര സുഖമാണ് എനിക്ക് തോന്നിയില്ല. നോവാ സ്കോഷ്യ എത്തി കേട്ടോ. അതെ, അതിന്റെ നോവാ സ്കോഷ്യ. വെൽക്കം ടു നോവാ സ്കോഷ്യ. എത്തി. ഞങ്ങളിങ്ങനെ പഴയ കഥയൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങ് പോകുന്നത്. ഞങ്ങള് സമയം പോയത് അറിഞ്ഞില്ല. ഞങ്ങൾ ഇവിടെ എത്തി. ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എത്തും. 4:43. ആവില്ലാത്തോണ്ട് ഞങ്ങള് അത് എന്തോ നിശബ്ദമായിരിക്കണം അല്ലേ? മറ്റേത് ആവിനെ കൊണ്ടുവരുമ്പോ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് പോകുന്നത്. പക്ഷെ അവളില്ല. ശൂന്യതയാണ് ശരിക്കും. ശൂന്യതയാണ്. കാറ്റാടി യന്ത്രം നോക്കിയാടാ, കറങ്ങുന്നുണ്ട് പയ്യെ. ഇവിടെ ന്യൂ ബ്രോൺസിക്കിൽ ഇല്ല, പക്ഷെ നോവാസ്കോഷ്യയിൽ കാറ്റാടി യന്ത്രം ഉണ്ട് കേട്ടോ. കണ്ടോ? ഇല്ല, നമ്മുടെ അവിടുത്തെ ഏരിയയിൽ ഞാൻ കണ്ടിട്ടില്ല. വേറെ സ്ഥലത്തുണ്ടെന്ന് തോന്നുന്നു. ഈ വഴി നമ്മൾ പോയത് ഓർക്കണ്ടോ? ഒരു പാടം തന്നെ ഉണ്ടല്ലോ ഇത്. കാറ്റാടിപ്പാടം. അതെ, ഇവിടെ ഒരു ബിൽഡിംഗ് ആണ്. നിങ്ങൾ പഴയ ബിൽഡിംഗ് കണ്ടോ? നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതോ? ഈ ബിൽഡിങ്ങോ? ഞാൻ ഓർക്കല്ല കേട്ടോ. നമ്മളെ ഫസ്റ്റ് വീഡിയോയില് നല്ല രസമുണ്ട് കാണാൻ. ഞങ്ങൾ ആക്ച്വലി ഇവിടെ എത്തിയായിരുന്നു. ഇവിടെ ഉണ്ടാവും സെയിം ബിൽഡിംഗ്. ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്തായാലും സമയം 4:45 ആയിട്ടുള്ളൂ.
6:30 സിനിമ. വൃത്തികെട്ടാൻ കാരണം ഇപ്പൊ തൊട്ട് ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവര് നമ്മളെ വിളിച്ച് പറഞ്ഞ 20 മിനിറ്റ് കൂടെ അവിടെ എത്തുന്ന. ഞാൻ കേട്ടില്ല കേട്ടോ അവര് പറഞ്ഞത്. ഇതെന്നത് ട്രെയിൻ തന്നെയാണോ? മറ്റേ പണിയണ സാധനങ്ങളല്ലേ? റെയിൽവേ സ്റ്റേഷൻ ഈ മൂടിട്ടേക്കണത് ഇതാട്ടോ ബോട്ടുകളാണ്. ഇനിയിപ്പോ സമ്മർ ആവുമ്പോ എല്ലാം പുറത്തിറക്കും. ഇവിടെ എല്ലാം പഴയ വീടുകളാണ് കേട്ടോ. കണ്ടോ, ഒക്കെ പഴയ വീടുകളാ അല്ലടാ. ഈ സ്ഥലത്തേക്ക് വരുമ്പോ എല്ലാം പഴയ വീടുകളല്ല. നമ്മുടെ അവിടെ ഇത്രയും പഴയ കെട്ടിടങ്ങളില്ല, കുറവാ. പക്ഷെ ഇവിടെ ഒരുപാട് പഴയ. ഉറക്കം വരണ്ടോ? ബിരിയാണി കഴിച്ചിട്ട് തിയേറ്ററിൽ ഇരുന്ന് ഉറങ്ങരുത് കേട്ടോ. പച്ച കളർ ബിൽഡിംഗ് കാണുന്നതാണ് ഈ നാടകശാലയാണ് നമ്മുടെ തിയേറ്റർ. ഇതോ? എവിടെ? അയ്യോ ഞാൻ കണ്ടില്ല കേട്ടോ. അതിനകത്ത് 15 കറങ്ങി വരുമ്പോ എടുക്കാം. ഇത് പള്ളിയാണോ അത്? ഇതെന്ത് എന്ത് ബിൽഡിംഗ് ആണുള്ളത്? ഈ പച്ചക്കൂടാരല്ലേ? ഈ പച്ചക്കൂടാരം അല്ല, അത് വീടാ. ഇതാണ് കേട്ടോ. 2 സ്ക്രീൻ ഇതൊക്കെയാണ്. സ്ക്രീൻ 1 സ്ക്രീൻ 2 ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മള് തിയേറ്ററിലെത്തി. ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറമെ കുറച്ച് മലയാളികളൊക്കെ കാണാനുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്ഷീണം. ബിരിയാണി എന്നിട്ട് എനിക്ക് ഉറക്കം വരുന്നുണ്ട്. എനിക്ക് പറ്റില്ല. ഞാൻ മിക്കവാറും ഉറങ്ങും. 2.5 മണിക്കൂറുണ്ട് ഉണ്ടോ? നമുക്ക് അന്ന് പുറത്തിറങ്ങി ഒന്ന് ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ടു നോക്കാം തിയേറ്ററിൻ്റെ അകവും എങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളത്. നമ്മുടെ മറ്റേ സിനിപ്ലെക്സിലല്ല പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അത്ര സെറ്റപ്പും കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. നമുക്ക് അതിന് തിരക്കില്ലാത്തപ്പോഴാണെങ്കിൽ നമുക്ക് പോയി കാണിക്കാൻ പറ്റുമല്ലോ. ആണോ? അത് നമുക്ക് എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. പോയി നോക്കാം. ഇറങ്ങ. ഞങ്ങൾ അകത്ത് പോയി വീട് എടുക്കാന്ന് ഓർത്തിട്ടാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര വലിയൊരു ക്യൂ ആയിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ ആ തിരക്കൻ്റെയും ബഹളത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അവർക്ക് 2 മണിക്കൂറുണ്ടോ? അവർക്ക് 2.5 മണിക്കൂറില്ല. 2 മണിക്കൂറുണ്ടോ? 10 മണി ആറായി. മഞ്ഞ് തുടങ്ങി അല്ലേ? ഓക്കെ ബൈ. ഓക്കെ ബൈ ബൈ ബൈ. ഹലോ. അപ്പോൾ ഞങ്ങൾ സിനിമയൊക്കെ കണ്ട് ഇപ്പം ഞങ്ങൾ ഇറങ്ങിയുള്ളൂ. ഇവിടെ ഇപ്പോൾ ആക്ച്വലി 10 മണിയായി. വീട്ടിലേക്ക് പോണ വഴിയായിട്ട് ഭയങ്കര സ്നോ. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നേ പറയാനില്ല സ്നോയുടെ കാര്യം. വിസിബിലിറ്റി കുറവുണ്ട് റോഡിൽ. ഞാൻ കാണിച്ചു. 110 ഹൈവേ ആണ്. എല്ലാവരും ഒരു 70-80 ഇവിടുന്ന് പോകുന്നത്. പക്ഷെ കണ്ടോ ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര സ്നോ ആയി. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോ എന്താ പറയാ, സിനിമയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ചെന്ന് തിയേറ്ററിൽ നമ്മൾ അത്രയും അങ്ങനെ വലിയ തിയേറ്റർ ഒന്നും അല്ല, ഒരു ചെറിയൊരു തിയേറ്റർ ആയിരുന്നു. അതെ, നമ്മുടെ നാട്ടിലെ ചെറിയൊരു ലോക്കൽ ഒരു തിയേറ്റർ പോലെ. എന്താണ്, ബാൽക്കണി ഞങ്ങളുടെ സെറ്റപ്പ് ഒന്നുമില്ല. ഒരു ആവറേജ് ഒരു തിയേറ്റർ അല്ലേ? ആവറേജ് ഒരു തിയേറ്റർ. അതിന്റെ സീറ്റൊക്കെ നമുക്ക് കാലൊന്നും നിവർത്തിച്ചിരിക്കാൻ അങ്ങനൊന്നും പറ്റുണ്ടായില്ല. പക്ഷെ കുഴപ്പമില്ല. എന്തായാലും കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഫുള്ളായിരുന്നു. വന്നിട്ട് പിന്നെയും ആൾക്കാർ വന്നിട്ട് അവര് പിന്നെ വേറൊരു സ്ക്രീനിൽ അല്ലേ, അപ്പുറത്തെ ഒരു സ്ക്രീനും കൂടെയും ഓപ്പൺ ചെയ്ത് അങ്ങനെ അവിടെയായിരുന്നു ഷോയും കൂടെയും റൺ ചെയ്ത്. എന്തായാലും ഇത്രയും മലയാളീസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാട്ടോ കാണുന്നത്. നമ്മള് പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ ഇന്ത്യക്കാരെ കാണാം, പക്ഷെ അങ്ങനെ മലയാളികൾ ഇത്ര ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. എന്തൊക്കെയാ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 1.5 മണിക്കൂർ മുമ്പ് അവിടെ എത്തിയതാ. ഞങ്ങൾ വിചാരിച്ചു 1.5 മണിക്കൂർ മുമ്പല്ലേ എത്തിയത്. ആൾക്കാരുണ്ടാവില്ലായിരിക്കും എന്നൊക്കെ ഞങ്ങൾ വിചാരിച്ചു. തിയേറ്ററിൽ കാണാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് അതിന്റെ അകത്ത് നിറച്ചും വലിയൊരു ക്യൂ ആയപ്പോഴത്തേക്കും ആൾക്കാർ. എന്നിട്ട് നമുക്ക് സീറ്റ് നമ്പർ ഉണ്ടായില്ല. ഫസ്റ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ബാക്കിലൊക്കെ സീറ്റ് പിടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്താ ഒരു 1.5 മണിക്കൂർ മുന്നേ എത്തി അവിടെ. അതുകൊണ്ട് പിന്നെ നമുക്ക് ബാക്കില് നന്നായിട്ടിരുന്ന് കാണാൻ പറ്റിയല്ലോ. ബാക്കില് 2-3 റോ മാത്രമേ ചെറിയൊരു ഹൈറ്റിൽ നിക്കണത്. ബാക്കിയുള്ള സീറ്റ് സ്ട്രെയിറ്റ് നേരെ ഇരിക്കണേ. നമ്മള് കഴുത്തോനെടുക്കും. അതന്നെ, കുഴപ്പമില്ല. നമ്മള് ഉള്ള ഒരു സൗകര്യം വെച്ച് നമ്മള് പടം കണ്ട്. അവിടെ ക്യൂല് നിന്ന സമയത്ത് നമുക്ക് വേറൊരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ,
നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് ഒരു ഫാമിലി വന്നിട്ട് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ പറയാനിരിക്കുമായിരുന്നു നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നല്ലതാണ്, ഇപ്പൊ നിങ്ങൾ വീഡിയോ ഒന്നും എടുക്കണില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അവരെന്നെ പറഞ്ഞു വിന്റർ ആയതുകൊണ്ടായിരിക്കില്ലേ. അപ്പൊ ആ വിന്റർ ആയതുകൊണ്ട് പുറത്തേക്ക് അങ്ങനെ അധികം ഇറങ്ങാൻ പറ്റാറില്ലാത്തോണ്ടാന്നൊക്കെ പറഞ്ഞു. ശരിക്കും ഒരുപാട് സന്തോഷം. ആ അത് തന്നെ, ശരിക്കും ആദ്യമായിട്ടാണ് ഒരാള് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട്. ബാക്കി ഒന്നാണെങ്കിൽ നമ്മള് അറിയാവുന്നവരായിരിക്കും, അറിയാവുന്ന ആൾക്കാർ വന്നിട്ട് അറിയില്ലാത്ത ആള് അറിയില്ലാത്ത ഒരാള് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണ് ഞങ്ങള് നിങ്ങള് അതെ വീഡിയോ കാണാറുണ്ട് എന്നൊക്കെ പറയുമ്പോ ശരിക്കും ഞങ്ങൾ രണ്ടുപേരും സ്തംഭിച്ചു നിന്നു. ഞാൻ കേട്ടിട്ട് ഞാനോർത്ത് ഇച്ചായന്റെ കൂട്ടുകാരനായിരിക്കും ഫസ്റ്റ് ഓർത്തത്. പിന്നെ ഇച്ചായൻ പറഞ്ഞു ഇല്ല എനിക്കറിയില്ല എന്ന് പറഞ്ഞത്. അയ്യോ അതെ ഒരുപാട് സന്തോഷം. ഞാൻ എന്താ എന്നിട്ട് വർത്താനം പറഞ്ഞു കേട്ടോ. അവര് പറഞ്ഞപ്പോ നമുക്ക് എന്താ മറുപടി പറയേണ്ടത് നിന്ന് പോയി. എനിക്കൊരു ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന് എന്താ പറയണത് എനിക്ക് ഒന്നും കിട്ടിയില്ല. അതാണ്. പക്ഷെ അവരെ നമ്മള് രണ്ടുപേരും നമ്മള് ഓർക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് വെച്ച് കണ്ടാലും നമുക്ക് അറിയാൻ പറ്റും. നമ്മള് ഒരു കുഞ്ഞാവേ ഉണ്ടായിരുന്നു 1 വയസ്സ് കഴിഞ്ഞിട്ട്. അവരും മോങ്ടൺ ആയിരുന്നു അല്ലേ? അയ്യോ ഒരുപാട് സന്തോഷം. അങ്ങനെ പടം നല്ല പടം, എനിക്ക് ഇഷ്ടപ്പെട്ടു. മേക്കിംഗ് ഒരു രക്ഷയില്ല, അടിപൊളി മേക്കിംഗ്. എന്റെ പൊന്നെ എനിക്ക് ആ മഞ്ജു വാര്യരുടെ കുറെ സീനൊക്കെ വന്നപ്പോ എനിക്ക് രോമാഞ്ചം. ഞാൻ എനിക്കൊന്നും പറയാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് സിനിമ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു രോമാഞ്ചിഫിക്കേഷൻ സീനുകളൊക്കെ കുറച്ചുണ്ട്. മോഹൻലാലൊക്കെ അതായത് നമ്മള് നാട്ടിലെ തിയേറ്ററിൽ പോയി നമ്മളെ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ അങ്ങനെ വിസിലടിക്കുന്നു കൈയടിക്കുന്നു സെയിം എക്സ്പീരിയൻസ് ആ ഒരു ഫീൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം ഇപ്പൊ കിട്ടുന്നത്. അല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഇംഗ്ലീഷ് സിനിമയ്ക്ക് പോയിരിക്കുമ്പോ ഇങ്ങനെ വിസിലടിക്കല അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മൾ ഇരിക്കുന്നു കാണുന്നു തിരിച്ചു പോകുന്നു. സെക്കൻഡ് ഹാഫില് ലാലേട്ടന്റെ ഒരു ഇന്റർവ്യൂ അത് പൊളി സാധനം. അപ്പത്തേക്കും കൈ കൊരിക്കുന്നു പൂന്നു ആർപ്പ് വിളി. അയ്യോ ഒന്നും പറയാനില്ല പൊന്നി. ഫസ്റ്റ് ഹാഫ് എന്താണ്, ഫസ്റ്റ് ഹാഫ് കുറച്ച് നീണ്ടുപോയി. എന്തൊക്കെയോ പടത്തിലൊരു ചെറിയൊരു മിസ്സിംഗ് ഉണ്ട്. പക്ഷെ മേക്കിംഗ് അടിപൊളി, ടോപ്പ് ക്ലാസ് മേക്കിംഗ് ആണ്. ബാക്കിയെല്ലാം അടിപൊളി. പക്ഷെ എന്തൊരു സംഭവം മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഞാൻ നിന്റെ അടുത്ത് അന്നേരം പറഞ്ഞ പോലെ മോഹൻലാലിന്റെ ആ ഫസ്റ്റ് ഇൻട്രോയുടെ BGM എന്താണ് വളരെ മോശമായിട്ട് എനിക്ക് എന്റെ അഭിപ്രായം. എനിക്ക് അങ്ങനെ ഒന്നും തോന്നില്ല സത്യം പറയാം. എനിക്ക് വളരെ മോശം. എനിക്ക് എന്താ പറയാ ആ ഒരു എനിക്കതില് പ്രതീക്ഷിച്ചിരുന്ന ഇൻട്രോ ആണ് മോഹൻലാൽ. എനിക്ക് ഒറ്റ കാര്യം തന്നെയാണെങ്കിൽ ആ സിനിമ എൻഡ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അവസാനിപ്പിക്കുന്നത് ഒരു കുറച്ചും കൂടെ എന്തെങ്കിലും ആ ക്ലൈമാക്സ് ഫൈറ്റ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്താ വെച്ചാൽ ഒരു തെലുങ്ക് ഒരു പടത്തില് നമ്മൾ കാണുന്ന ഒരു ഫൈറ്റിന് ബാക്കിയെല്ലാം സെറ്റപ്പ് ആയിട്ട് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് എന്താണ് അതിങ്ങനെ എന്താ ഇങ്ങനെ നമ്മൾ വിചാരിച്ചു പോകും. എങ്ങനെയൊക്കെയോ ഞങ്ങളിവിടെ ഓടിച്ചെത്തിയല്ലേടി. തണുപ്പ് എനിക്ക് തലവേദനയാണ്. മഞ്ഞായി കിടക്കുക. ഇതാണ് അവരുടെ അപ്പാർട്ട്മെന്റ്. ഇതിനകത്ത് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. അവിടെ എന്തോ പരിപാടി ചെയ്യുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിൽക്കണ്ടോ? കുറച്ച് നേരത്തെ കൂടുതൽ അവളെ കാണാണ്ട് മാറിയിരിക്കാൻ പറ്റില്ല. എന്നെ കാണാൻ മാറിക്കാം എത്ര ദിവസം വേണമെങ്കിലും. എന്നെ നാട്ടിൽ വിടാൻ പോവാ. നിങ്ങളുടെ നിന്നവിടെ നിന്റെ മൈക്ക് എന്ത് ചെയ്യും? ആ തലയിൽ മഞ്ഞായിട്ടായിരിക്കും മൈഗ്രൈൻ്റെ ഒരു പിന്നെയും കൂടുതൽ. തുറക്കടേ. ഒന്നാമത് മൈഗ്രൈൻ അതിന്റെ കൂടെ മഞ്ഞും കൂടെ തലയിലേക്ക് അടയിട്ടേ ഭയങ്കര ബുദ്ധിമുട്ട്. തലയിലിരിക്കാൻ മഞ്ഞെന്ന് പറഞ്ഞാൽ പോലെ കൊട്ട മഞ്ഞ് പൂത്ത മഞ്ഞ് കൊട്ട മഞ്ഞ്. അറിഞ്ഞില്ലേ?
അയ്യോ ഉമ്മ. ഉടുപ്പൊക്കെ മാറിയില്ല. ആ നീ എന്തുണ്ടാക്കണേ? എന്താണ് ഇവിടെ? എന്റെ ദൈവമേ. എന്റെ ദൈവമേ. പാപ്പൊക്കെ നിന്നോ? ഉറങ്ങിയോ? ഇവിടെ കിടന്ന് ഉറങ്ങിയോ? അറിയോ? സ്വിമ്മിങ് സൂട്ടൊക്കെയാണല്ലോ ആവിട്ടണേ. ഇതാണോ? ആ അതുപോലത്തെ ഒരു സംഭവം സമ്മർ ഡ്രസ്സാ. ബീച്ചിൽ പോണ ബീച്ച് ഡ്രസ്സാ അത്. ഞാൻ ഉണ്ടായിക്കോളാം, അതൊന്നും കുഴപ്പമില്ല. എനിക്ക് ഈ മൈഗ്രൈൻ്റെ തലവേദന ഇടയിൽ എനിക്ക് ഒരു രക്ഷയില്ല. എനിക്ക് നാട്ടിൽ പോയിട്ട് മരുന്ന് കട്ട മഞ്ഞരാവേ ഞങ്ങള്. ഓ ആ മഞ്ഞൊന്നും പറഞ്ഞാ പോരാ. അമ്മ പോവാ. അമ്മ മന്നം ഇത് പിടിച്ചോടി. ശരിടാ. ബാ ഓക്കെ ബൈ ബൈ. ഇവിടെ 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 ആ എനിക്ക് കേട്ടപ്പോ എനിക്ക് തലയൊന്നും പറയാൻ പറ്റുന്നു. തല കെട്ടണം. എനിക്ക് ഈ തൊപ്പി തലകിട്ട കൊച്ചിന്റെ എടുക്കാൻ പാടില്ല. ഇത് പിടിക്കുന്ന തെന്നി വീഴും. ഞാൻ എടുക്കാം. തൊപ്പി എടുത്തിട്ട് പോവാ നമുക്ക്. അപ്പോൾ ഇതേ ഫൈസലിൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളിത് ആബിനെ എടുത്തുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. ഇന്നെന്താണ് ഒരു ലോങ് ഡേ ആയിരുന്നു. നേരെ എത്രയും നേരം 12:40 40-ആയോ? ഞാൻ മിക്കവാറും നാളെ സിക്ക് വിളിക്കും. എനിക്ക് പറ്റില്ല. എനിക്ക് മൈഗ്രെയിന് പ്രശ്നമുള്ളത് കൊണ്ട് ആ സിനിമയുടെ സൗണ്ട് എല്ലാം കേട്ടിട്ട് തലവേദന ഒരു രക്ഷയില്ല. പിന്നെ കുറച്ച് മഞ്ഞും കൊണ്ട് അതുകൊണ്ട് അവർക്ക് തലവേദന തുടങ്ങി. ആവി ഇവിടെ ഉറങ്ങാനായിട്ട് വിളിച്ചുടങ്ങി. അതെ ഞങ്ങൾ നല്ല ടയേർഡാണ്. അപ്പോ എന്തോ ആബി എന്തെങ്കിലും പറയാനുണ്ടോ? ആബിക്ക് ബൈ ബൈ പറഞ്ഞേക്ക്. ആബിനെ കുറെ പേര് അന്വേഷിച്ചു. ആബി എവിടെയാണ്, ആബി എന്താ ചെയ്യണെന്ന്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും ചെറിയൊരു സിനിമ കാണലും, അതായത് ഞങ്ങള് പ്രത്യേകിച്ചൊന്നുമില്ല, ഞങ്ങൾ കുറെ ദിവസമായല്ലോ വീഡിയോ എടുത്തിട്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഇന്ന് പുറത്തേക്ക് നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അന്നൊരു ചെറിയ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയും അധികം താമസിയാതെ തന്നെ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരും ഷുവർ. അപ്പോൾ അടുത്ത വീഡിയോയും അതിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.